എന്റെ പ്രാണനെ ഹത്യ ചെയ്തിട്ട് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഗോപൻ സ്വാമിയുടെ മരണം മാത്രമല്ല, ഇപ്പോഴിതാ സമാധി എന്ന വാക്കിന്റെ അർത്ഥവും വ്യാഖ്യാനവും എന്താണെന്ന ചോദ്യവും വ്യാപകമായി ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് പേരുടെ സമാധി സ്ഥലങ്ങൾ കാണാനും അതിലെ ചരിത്രകഥകൾ അറിയാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ മിക്ക വ്യക്തികളും യഥാർത്ഥമായി സമാധിയായവർ അല്ല എന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് ചരിത്രത്തിൽ പറയുന്നത് പോലെയല്ല യഥാർത്ഥ സംഭവത്തിൽ നടക്കുന്നത്. ശരീരത്തിൽ നിന്ന് തന്റെ പ്രാണൻ വിട്ടുപോകുന്നത് മുൻകൂട്ടി മനസ്സിലാക്കുകയും പിന്നീട് ധ്യാനാവസ്ഥയിൽ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ ആത്മാവ് ശരീരം വിട്ടു പോകുന്നതിനെയാണ് സമാധിയാകുക എന്ന് പറയപ്പെടുന്നത്. പണ്ട് കാലത്താണ് നാം ഇതൊക്കെ കേട്ടതായി അറിയുന്നത്. എന്നും വിശ്വാസമുള്ളവർക്കും ഇതിലെ രഹസ്യങ്ങൾ അറിയാത്തവർക്കും അറിയാനും വേണ്ടി താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ കല്ലറയും സമാധിയുമൊക്കെ. ചിലർ സമാധിയിൽ എത്തുന്നത് മുൻകൂട്ടി ശിഷ്യന്മാരോട് പറഞ്ഞിട്ടായിരിക്കും. ആ അവസ്ഥയിൽ ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് സമാധിയുമാകാറുണ്ട്. മറ്റു ചിലർ സമാധിയായി കുറച്ചു കാലം കഴിഞ്ഞാകും അവർ സമാധിയായെന്ന് അറിയാൻ കഴിയുക. ഇതൊക്കെ ഓരോ ആളുകളുടെ വിശ്വാസങ്ങളാണ്. എന്നാൽ ഇന്നിവിടെ സമാധിയെക്കുറിച്ച് ചർച്ചകളും വിവാദങ്ങളും നടക്കുകയാണ്. ആക്ഷേപങ്ങൾ നടക്കുന്നു. സമാധിയെപ്പറ്റി കേട്ടിട്ടില്ലാത്ത ആളുകൾ, അതിൽ വിശ്വാസമോ അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നുമില്ലാത്തവർ ഒരു ഭാഗത്തുണ്ട്. ശരിക്കും ഈ പറയുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, കാരണം അവർക്കത് എന്താണെന്ന് അറിയില്ല. പക്ഷേ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത് ബന്ധുക്കളുടെ പെരുമാറ്റവും മാറി മാറി പറയുന്ന സ്റ്റേറ്റ്മെന്റുമാണ്. ഇത് തന്നെയാണ് ഈ വിഷയം ഇത്ര വിവാദമാകാൻ കാരണമായതും. എന്തായാലും കല്ലറ പൊളിച്ച പോലീസ് ഗോപൻ സ്വാമിയെ പുറത്തെടുത്തു. സമാധി പൊളിച്ചപ്പോൾ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും പറഞ്ഞത് 100% ശരിവെക്കുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു അന്വേഷണ സംഘം അവിടെ കണ്ടത്. ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും മുഖത്തും ശിരസിലും അമ്പലങ്ങളിലുള്ളതുപോലെ വിഗ്രഹങ്ങളിൽ ചാർത്തുന്നതുപോലെ കളഭവും ചാർത്തിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗോപൻ സ്വാമിക്ക് ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിരുന്നു. അന്വേഷണ സംഘം ഇതൊക്കെ മാറ്റിയാണ് മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വിലയിരുത്തുകയും ചെയ്തു. പ്രാഥമിക പരിശോധനയിലാണ് സ്വാഭാവിക മരണമെന്ന് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ചോദ്യങ്ങൾക്ക് അവസാനമായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്നത്തെ കാലത്തുള്ളവർ ഈ സമാധിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും എന്താണ് സമാധി? എന്തിനാണ് സമാധി എന്നാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സമാധിയിൽ എന്ന് പറയുന്നത് ഒരു ആനന്ദമായ സ്ഥിതിയെയാണ് പറയുന്നത്. സമാധിയായതിൽ പ്രധാനമായും അതിൽ നിന്ന് 2-3 ദിവസങ്ങൾക്ക് ശേഷം ചിലർ തിരിച്ചു വരാറുണ്ടെന്നും പറയപ്പെടുന്നു. ഇതൊക്കെ ഈ നൂറ്റാണ്ടിലുള്ളവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇത് വഴി തുറക്കുന്നത് കുറേയധികം അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരത്തിലേക്കാണ്. അതായത് അന്ധവിശ്വാസങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് കേരളം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അന്ധത ബാധിച്ച ചില സമൂഹം എങ്ങനെയാണ് പുരോഗമനവാദികളാകുന്നത്? എത്ര വികസനം വന്നുവെന്ന് പറഞ്ഞാലും നമ്മെ പിന്നോട്ടടിക്കുന്ന വസ്തുതകളിൽ ഒന്നാണല്ലോ ഈ അന്ധവിശ്വാസം. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി നടക്കുന്നത്. പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുന്ന കേരളീയർ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിന്നിലാണ് എന്ന് പറയുന്നത് കാണുമ്പോൾ എവിടെയാണ് നമുക്ക് പിഴച്ചതെന്ന് സ്വയം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു തട്ടിപ്പ് തന്നെയാണ്. അതിൽ കൂടുതലും സാധാരണക്കാരാണ് പെട്ടുപോകുന്നത് എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ദുർബലരെ ചൂഷണം ചെയ്യുന്ന ഇത്തരക്കാരെ പിടികൂടാൻ രാജ്യത്ത് നിയമ സംവിധാനങ്ങളില്ല എന്നത് തന്നെയാണ് ഇവരുടെ വളർച്ചയുടെ രഹസ്യം. അതിനായി ഇത്തരം തട്ടിപ്പുകളെ പ്രതിരോധിക്കാനുള്ള ശക്തമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മുടെ സമൂഹത്തെ അന്ധവിശ്വാസം എന്ന അന്ധകാരത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.